നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ടീയുടെ സമയം, അതായത് ആദ്യ സെഷൻ അവസാനിച്ച സമയത്ത് സൗത്ത് ആഫ്രിക്ക പിടിമുറുക്കുന്നു എന്നൊരു തോന്നലാണ്. ഇന്നലെ അവസാന സെഷനിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ശക്തമായി കളിയിലേക്ക് തിരികെ വന്ന ടീം ഇന്ത്യക്ക് പക്ഷേ ഇന്ന് ആദ്യ സെഷനിൽ ഒരു വിക്കറ്റും എടുക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ സെനുരാൻ മുത്തുസ്വാമി അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. ഒരു വലിയ രൂപത്തിൽ അടിച്ച് കളിച്ചങ്ങ് പോവുകയല്ല, കൃത്യമായിട്ട് ഒരു ഓൾഡ് സ്റ്റൈൽ ടെസ്റ്റ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോഹട്ടിയിൽ അവർ പിടിമുറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ആഡ് ചെയ്യപ്പെടുന്ന റൺസ് തീർച്ചയായിട്ടും കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു വലിയ ആദ്യ ഇന്നിംഗ് സ്കോർ നേടിക്കൊടുക്കുക, അതുവഴി ലീഡ് പിടിക്കുക എന്നൊക്കെ തന്നെയായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ളൊരു ശ്രമങ്ങളാണ് ഇപ്പോൾ കെ എൽ രാഹുലും സെനുരാൻ മുത്തുസ്വാമിയും ചേർന്നുകൊണ്ട് ഇന്ന് നടത്തിയത്. ഇതുവരെ അത് ഫലവത്തായി മുന്നോട്ട് പോയിട്ടുണ്ട്. മുത്തുസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു, ബംഗ്ലാദേശിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ വന്നിട്ട് അർദ്ധ സെഞ്ചുറി നേടുന്നു എന്ന് പറയുമ്പോൾ ഏഷ്യൻ കണ്ടീഷനിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു. എന്തായാലും ഇന്നത്തെ ആദ്യ സെഷൻ സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഒരു വിക്കറ്റും ഇന്ന് വീഴ്ത്താൻ പറ്റിയില്ല. ഇപ്പോൾ 316 എന്ന നിലയിലാണ് സൗത്ത് ആഫ്രിക്കയുള്ളത്. ഈ ഫസ്റ്റ് സെഷൻ അവസാനിക്കുമ്പോൾ ക്രീസിൽ 131 പന്തുകളിൽ നിന്ന് 56 റൺസുമായിട്ട് സെനുരാൻ മുത്തുസ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള അർദ്ധ സെഞ്ചുറിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇൻക്രെഡിബിൾ ബാറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 131 പന്തുകളിൽ നിന്ന് 6 ഫോറുകൾ സഹായത്തോടെയാണ് ഈ 56 റൺസ് വന്നിരിക്കുന്നത്. കെ എൽ രാഹുലും മികച്ച രൂപത്തിൽ കളിച്ചു. 94 പന്തുകൾ നേരിട്ട് 4 ഫോറുകളുടെ സഹായത്തോടെ 38 റൺസുമായിട്ടും അദ്ദേഹവും പുറത്താകാതെ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ബൗളർമാർക്ക് ഇന്ന് വിക്കറ്റുകൾ പിഴുതെടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും അടുത്ത സെഷൻ എത്രയും പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് പിടിമുറുക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.